യുദ്ധത്തിന്റെ അന്തരീക്ഷം നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങളുടെ നെഞ്ചിൽ ഇപ്പോൾ അല്പം ആശ്വാസത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. എന്നാൽ ഈ കാറ്റിന്റെ ആയുസ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമായേക്കാം. അടുത്ത ഞായറാഴ്ച നേരം പുലരുന്ന ഒരു പക്ഷേ മിസൈലുകളുടെ ഇരമ്പൽ കേട്ടാകാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാറ്റ് സമാധാനത്തിന്റെ കാറ്റ് ഏറെ നാളത്തേക്ക് കൂടി വീശിയടിച്ചാകാം. കഴിഞ്ഞ ശനിയാഴ്ച ഒമാനിൽ വെച്ച് നടന്ന അമേരിക്ക ഇറാൻ ചർച്ച ഏറെക്കുറെ വിജയമായതോടെയാണ് തുടർ ചർച്ച അടുത്ത ശനിയാഴ്ച നടക്കാൻ പോകുന്നത്. ഇത്തവണ ഒമാനിൽ നിന്നും വേദി റോമിലേക്ക് മാറുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചർച്ചയിൽ പുരോഗതി ഉള്ളപ്പോഴും ഇറാനെ സംശയത്തിൻ്റെ കണ്ണോടെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ വേഗതയെക്കുറിച്ചാണ് ട്രംപ് ആരോപണം ഉന്നയിക്കുന്നത്. ചർച്ച നീട്ടിക്കൊണ്ടുപോയി ഇറാൻ തങ്ങളെ വഞ്ചിക്കുകയാണോ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവലാതിപ്പെടുന്നത്. മറുവശത്ത് ചർച്ച മുന്നോട്ട് പോയില്ലെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ തങ്ങൾ യാതൊരു മടിയും കാണിക്കില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. അതിനാൽ ഇനി നടക്കാൻ പോകുന്നത് അത്യധികം പ്രാധാന്യമുള്ള ഒരു ചർച്ചയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. യുദ്ധം ഒഴിവാക്കണമെന്ന് ലോകരാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുമ്പോൾ പരസ്പരം വിട്ടുകൊടുക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ ഇരു രാഷ്ട്രങ്ങളും തയ്യാറല്ല. മാത്രമല്ല, വർദ്ധിത വീര്യത്തോടെ ഇറാൻ അമേരിക്കയുടെ വെല്ലുവിളികളെ നേരിടുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്കയും ഇറാനും ഇപ്പോൾ തങ്ങളുടെ ആയുധശേഷിയും കരുത്തും പ്രകടിപ്പിക്കുകയും യുദ്ധത്തിലേക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അവർ ഒരു സമ്പന്നവും മഹത്തായതുമായ രാഷ്ട്രമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ഇവർ തീവ്രവാദികളാണ്. അവർക്ക് ഒരു ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ല എന്നതാണ് ഇറാനെക്കുറിച്ച് ട്രംപ് പറയുന്ന കാര്യം. ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ ഏറെ ഉണ്ടാകുമ്പോഴും ഇറാനെതിരെ മാത്രം സൈനിക നീക്കത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നതിനുള്ള പ്രധാന കാരണമായി പറയുന്ന ന്യായവും ഇതുതന്നെയാണ്. ഇറാനെ തീവ്രവാദികളുടെ പട്ടികയിൽപ്പെടുത്തിയാണ് അമേരിക്ക ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നത് ആണ് പ്രധാന പ്രശ്നമായി ഉന്നയിക്കുന്നത്. അമേരിക്കയുടെ തിയറി പ്രകാരം ആണവായുധം കൈവശമുള്ള മറ്റു രാഷ്ട്രങ്ങൾ സമാധാനപ്രിയരും അതേ ആയുധം കൈവശമുള്ള ഇറാൻ തീവ്രവാദികളുമാണ്. അതേസമയം അടുത്ത ഘട്ട ചർച്ച റോമിൽ വെച്ച് നടക്കുമെന്ന് തന്നെയാണ് അവസാനം പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരവും ലഭ്യമാകുന്ന കാര്യം. അടുത്ത യോഗം ശനിയാഴ്ച റോമിൽ നടക്കുമെന്ന് ഇറ്റാലിയൻ ഗവൺമെൻറ്റിലെ ആളുകൾ പറഞ്ഞതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി തിങ്കളാഴ്ച ഇറാഖി വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ റോമിൽ വെച്ച് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതായി ഇറാഖി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ചകൾ വാരാന്ത്യത്തിൽ ഒമാനിൽ വെച്ച് നടന്നപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയുടെ വേദി മാറ്റാനുണ്ടായ കാരണം വ്യക്തമായിട്ടില്ല. വേദി മാറിയെങ്കിലും ചർച്ചകളിൽ ഒമാൻ തന്നെ മധ്യസ്ഥ വഹിക്കാൻ സാധ്യത കൂടുതലാണ്. ആണവ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ അരനൂറ്റാണ്ടായി നിലനിൽക്കുന്ന ശത്രുതയിൽ നിന്ന് അമേരിക്കയും ഇറാനും പിന്മാറാൻ തയ്യാറായാൽ ശനിയാഴ്ച നടക്കുന്ന ചർച്ച ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കും. എന്നാൽ ചർച്ച ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണങ്ങൾക്ക് അമേരിക്ക തുടക്കമിടും. തിരിച്ചടിക്കാതിരിക്കാൻ ഇറാനുമാകില്ല. അമേരിക്കയെ നേരിടാൻ ഒരു വേള ഇറാൻ അതേ ആണവായുധം പ്രയോഗിച്ചാൽ പിന്നെ ലോകത്തിൻ്റെ തന്നെ ഭാവി മറ്റൊന്നാകും. അതിനാൽ ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും ഇപ്പോൾ റോമിലേക്കാണ്. ആ ചർച്ച വിജയമാകുമെന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം.